ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ നമ്മുടെ ഡേ 2 ഓഫ് വിയറ്റ്നാമാണ് ഇന്നലെ ബസ് അടിപൊളി. കാരണം രാത്രി നമ്മൾ വന്നിട്ട് ഈ സ്ട്രീറ്റ്സ് രാത്രി ഒരു രക്ഷയില്ല, അത്രയും ലൈറ്റ്സ് ആയിട്ട് ഫുൾ ഓണായിരുന്നു. നമ്മളൊരു 3 റൗണ്ടെങ്കിലും നടന്നിട്ടുണ്ടാവും. അത്യാവശ്യം ദൂരമുണ്ട്, പക്ഷെ ഇവിടെ വെറുതെ ഓരോ റൗണ്ട് കഴിയുമ്പോഴും അവിടെ ഡാൻസേഴ്സ് മാറും, അവിടെ പുതിയ പുതിയ സംഭവങ്ങൾ വരും, പാട്ടും ഓരോ ഇൻസ്ട്രുമെൻസും ഒക്കെ പുതിയത് വരും. നമ്മളിങ്ങനെ 3 റൗണ്ട് നടന്നു. കാലും അനക്കാൻ വയ്യ, പക്ഷെ എന്നാലും നല്ലായിരുന്നു. അതന്നെ രാത്രി വന്നിട്ട് മെയിനായിട്ട് അതുണ്ടായത്. നമ്മൾ കുറേ നടന്നിട്ട് കുറച്ച് സ്ട്രീറ്റ് ഫുഡ്സൊക്കെ പിന്നെയും ഇവിടുന്ന് ട്രൈ ചെയ്തു. ഇവിടുത്തെ ഫ്രൂട്ട്സ് നല്ല ഫ്രഷാണ്, ഫ്രഷാണ്, നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. അപ്പോൾ നമ്മൾ കുറേ ഫ്രൂട്ട്സൊക്കെ കഴിച്ചു രാത്രിയായപ്പോഴേക്കും. ഫോണിലെ ചാർജ് പോയി, ഒന്നാമത്തെ കാര്യം, ടയേർഡും ആയി. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ ഇന്നൊരു ഡേ ടൂർ ബുക്ക് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ നടന്നു പോകുന്ന സമയത്ത് ഇങ്ങനെ കുറേ പാക്കേജസ്, നമ്മുടെ ഡേ ടൂറിൻ്റെ പാക്കേജസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ മെയിൻ 2 സ്പോട്ടാണ് ഈ മെക്കോങ് ഡെൽറ്റ, പിന്നെ എന്തോ കൂച്ചി ടണലൊക്കെ. നമ്മൾ രണ്ടും കൂടി കവർ ചെയ്യുന്ന രീതിയിൽ ഒരു പാക്കേജ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ രാവിലെ 7:30 അവർ വന്ന് പിക്ക് ചെയ്യും, വൈകുന്നേരം 7:30 ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തിട്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാനും വന്നിട്ടില്ല. ഇന്നലെ രാത്രി 3 മണി വരെ ഈ സ്ട്രീറ്റ്സിൽ, അറ്റ്ലീസ്റ്റ് 3 മണി വരെ, കാരണം 3 മണി ആണ് ഞാൻ ഉറങ്ങിയപ്പോൾ ഫോട്ടോസൊക്കെ നോക്കിയിട്ട്. 3 മണി വരെ ഇവിടെ പാർട്ടിയൊന്നും നിന്നിട്ടില്ല. ഈ റോഡ് മൊത്തം, അതായത് ഞങ്ങളൊരു മൈൻഡ് 11:30 ഒക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ 12 മണിയാകുമ്പോൾ കഴിയുന്നായിരുന്നു. എവിടെ ആ സമയത്ത് ഈ ആൾക്കാരെ ഇരട്ടിയാവുക ചെയ്ത്. അത് നമ്മൾ ഒന്നും കൂടി ഇറങ്ങി. ആദ്യം വിചാരിച്ചു 11:30 ആകുമ്പോൾ കഴിയും എന്നുള്ളതുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു ടൈം ആയപ്പോൾ കയറി കിടക്കാന്നിരിക്കും. പിന്നെ അവിടെ പോയാലും വലിയ കാര്യമൊന്നുമില്ല, കാരണം ഉറങ്ങാൻ പറ്റില്ല. ഈ സൗണ്ട് അത്രയും തൊട്ടതാ, ഇതാണ് സ്ട്രീറ്റ്, അവിടെ നമ്മൾ നിൽക്കണത്. അപ്പം എന്തായാലും സൗണ്ട് കേൾക്കും. പിന്നെ എന്തായാലും നിൽക്കല്ലേ, അപ്പം നമ്മൾ കോസ്റ്റ്യൂമൊക്കെ മാറി പിന്നെ ഒന്നും കൂടി ഇറങ്ങി. പക്ഷെ നല്ല നൈസായിരുന്നു. എല്ലാവരും ഭയങ്കര ഓണായിരുന്നു. വേറെ പല കാരണങ്ങൾ കൊണ്ടാണ് ഓണമാണത്. അപ്പം എന്തായാലും ഞാൻ റൗണ്ട് അടിച്ച് നടന്നു കുറേ ദൂരം, ഫ്രൂട്ട്സും ഇതൊക്കെ കഴിച്ചിട്ട്. പക്ഷെ രാവിലെ 5 മണിയാകുമ്പോഴേക്കും ഇവിടെ എല്ലാം ബാക്ക് ടു നോർമലായി. ഈ നമ്മളിപ്പോൾ ഇരിക്കണ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്ന പ്ലേസൊക്കെ ഇന്നലെ ഫുൾ ഓൺ പാർട്ടി മൂടായിരുന്നു. പക്ഷെ രാവിലെ ആയിരിക്കും നല്ല താമരയൊക്കെ വെച്ച് കണ്ടോ, ഫ്രഷ് താമരാസാണ് ഇവരെല്ലായിടത്തും ഫ്ലവേഴ്സ് യൂസ് ചെയ്യണേ. താമരയൊക്കെ വെച്ച് കാമായി. രാവിലെ 5 മണിയാകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ഒരു എന്തായാലും 3 മണി വരെ ഇവിടെ ഓണായിട്ട് ഇത്ര വേഗം എങ്ങനെയാണ് ക്ലീൻ ചെയ്തൊക്കെ സെറ്റപ്പ് ആക്കിയതല്ല. ഇവിടെ ഈ കാണുന്ന വർക്കേഴ്സൊക്കെ ഇപ്പോൾ ഈ ഉള്ള വേഷമൊന്നുമല്ല. രാത്രി കഴിഞ്ഞാൽ ഒരു വൈബ് വേഷമാവും ഇവിടെ. എല്ലാ വെയിറ്റേഴ്സും എല്ലാവരും റോഡിലിങ്ങനെ ഫ്ലവേഴ്സൊക്കെ വെച്ച് നല്ല സുന്ദരികളായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു മെനു തന്നതിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ ലാവിഷായി ഓർഡർ ചെയ്തിട്ടുണ്ട്, കാരണം നമുക്ക് പരിചയമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അതിൽ കണ്ടു. ഈ ചീസ് ഓംലെറ്റും പിന്നെ ഫ്രൂട്ട്സും ജ്യൂസും അങ്ങനത്തെയൊക്കെ. അപ്പോൾ നമ്മൾ അറിയാത്ത കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തു. ഇൻ കേസ് ഫ്ലോപ്പ് ആയാലോ വിചാരിച്ചിട്ട് നമ്മൾ കഴിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തു. എന്തായാലും നോക്കാം. അപ്പോൾ ഇന്നിപ്പോൾ അവിടെ കുറച്ച് ഈ പൂച്ചി ടണലിൽ കയറാൻ കുറച്ച് എക്സൈറ്റഡ് ആണ്, കുറച്ച് സ്ട്രെസ്ഡും ആണ്. കാരണം കുറേ വ്ളോഗ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സൗണ്ട് പോയി. എന്താ അറിയോ, ഈ വഴി കൂടെ ഇന്നലെ രാത്രി നടക്കണ സമയത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആളടുത്ത് സംസാരിക്കണമെങ്കിൽ പോലും മാക്സിമം വോയിസിൽ സംസാരിക്കണം, കാരണം അത്രയും ലൗഡായിരുന്നു ഇവിടെ പരിപാടികൾ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വന്നു ഗൈസ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് സൗണ്ട് പോയിട്ടുണ്ട്. എന്തായാലും ആ ടണലിൻ്റെ ഉള്ളിൽ കൂടെ പോണ വീഡിയോസ് കണ്ടിട്ട് കുറച്ച് സ്ട്രെസ്ഡാണ്. പക്ഷെ എന്നാലും ട്രൈ ചെയ്യാം, നോക്കാം അവിടെ എത്തിയിട്ട്. ഇന്നലെ തേളിനെ കഴിച്ചിട്ട് അളിയൻ്റെ തൊണ്ട സീനായി പറയുന്നുണ്ടായിരുന്നു. ഞാൻ കഴിച്ചെന്ന് ആരും വിശ്വസിക്കുന്നില്ല. ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിട്ട് ഞാൻ വീഡിയോ ഇടാം. ഇന്നും മഴയാണ് ഗൈസ്. മഴ ആകുമ്പോഴുള്ള സീൻ എന്താ അറിയോ, ഒന്ന് നമുക്ക് ഫുഡും അവിടെയും സ്റ്റേ എവിടെയല്ലേ, ഫുഡൊന്ന് കഴിച്ചിട്ട് ഒന്ന് അപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും നനഞ്ഞിട്ട് മുടിയൊക്കെ ആകെ നാശാവണം. പാട്ട് പക്ഷെ എനിക്ക് എൻ്റെ ലുക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ ടണലിൽ കയറണല്ലേ, ഒന്ന് കുറച്ച്
ഇങ്ങനെയൊക്കെ പോകേണ്ടതുകൊണ്ട് മുടിയൊക്കെ ഞാൻ ആദ്യം ഓപ്പൺ എയറൊക്കെ ഫ്രീ എയറൊക്കെ ഇട്ട് തൊണ്ട നല്ല വേദന ഉണ്ട്. തേളിനെ കഴിച്ചുകൊണ്ടാണോ അറിയില്ല, അതോ സൗണ്ട് ഇതായിട്ടാണോ അറിയില്ല. അപ്പം എന്തായാലും ഓപ്പൺ എയറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മുടി കുറേ ചിലപ്പോൾ പൊട്ടലും ഇതൊക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കണില്ല, കുറച്ച് ഇത് കുറഞ്ഞാലും വേണ്ടില്ല. താല്പര്യ പരിപാടിയിലുണ്ട് തോന്നുന്നു. നമ്മുടെ പാക്കേജുകാർ നമ്മളെ പിക്ക് ചെയ്യാൻ വരാറായി. ഇത്ര നേരം തൊണ്ട സീൻ ഉണ്ടായിരുന്നില്ല. നമുക്ക് നിൽക്കുക അടയ്ക്കല്ലേ എടുക്കണം. ബ്രേക്ക്ഫാസ്റ്റ് വരുന്നതിൻ്റെ മുന്നേ നമ്മുടെ ടൂർ ഓപ്പറേറ്റേഴ്സ് എത്തിയിട്ടോ. അത്യാവശ്യം കുറേ ടൈം അവർ വെയിറ്റ് ചെയ്ത് നിന്നു, പക്ഷെ എന്നിട്ടും ബ്രേക്ക്ഫാസ്റ്റ് വന്നില്ല. ലാസ്റ്റ് പിന്നെ അവരുടെ അടുത്ത് ചീത്ത പറയാൻ തുടങ്ങിയപ്പോൾ ഇത് പാഴ്സൽ ചെയ്ത് തരാൻ പറഞ്ഞു. പാഴ്സലൊക്കെ അടിപൊളിയായിരുന്നു, പക്ഷെ എന്താ വെച്ചാൽ ഏതാണ് ഏത് നമുക്ക് തിരിച്ചറിയണ്ടല്ലോ, നമ്മളിതൊക്കെ ആദ്യമായിട്ട് കാണല്ലേ. ലാസ്റ്റ് മുട്ടയൊന്നും ഇല്ലാത്തത് അമ്മമ്മയ്ക്ക് കൊടുത്തിട്ട് ബാക്കിയൊക്കെ ഞങ്ങൾ തിന്നു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ പോയത് ഈ സ്പോട്ടിക്കായിരുന്നു കേട്ടോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിയറ്റ്നാമും അമേരിക്കയും വാറുണ്ടായ സമയത്ത് കുറേ ആൾക്കാരിങ്ങനെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യും, എഗ്ഗിൻ്റെ ഷെല്ല് വെച്ചിട്ട് ഇങ്ങനെ കുറേ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആർട്ട് ഗാലറി പോലുള്ളൊരു സ്ഥലമായിരുന്നു. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. ഈ കാണുന്ന സാധനങ്ങളൊക്കെ അവർ ഇതേപോലെ എഗ്ഗിൻ്റെ ഷെല്ല് പൊടിച്ചിട്ടും കളറാക്കിയിട്ടും അങ്ങനെ പല കാര്യം കൊണ്ട് ചെയ്യണം. നമുക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റുമായിരുന്നു. പിന്നെ നമ്മളെ മെയിൻ സ്പോട്ടായിട്ടുള്ള കൂച്ചി ടണലിലേക്ക് എത്തിയതായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ അവർ റൂട്ട് മാപ്പൊക്കെ അവിടെ നിന്ന് കാണിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ഉള്ളിലേക്ക് ഇങ്ങനെ പോകണം. ഈ പോണ വഴിക്കൊക്കെ ഇഷ്ടംപോലെ ടണൽസ് ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ ഓരോ സ്ഥലത്തും നിർത്തിയിട്ട് അതിൻ്റെയൊക്കെ സ്പെഷ്യാലിറ്റി പറഞ്ഞു കേട്ടോ. ഇതൊക്കെ അവർ അന്ന് യൂസ് ചെയ്തിരുന്ന ട്രാപ്പുകളാണ്. അതായത് അമേരിക്കൻസ് ഇവരെ ആക്രമിക്കാൻ വരുന്ന സമയത്ത് ജീവിച്ചിരുന്ന ഒരു കാടാണിത് ടണലിൻ്റെ അകത്ത്. അപ്പോൾ അവരെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ ട്രാപ്സ് ഉണ്ട്. അങ്ങനത്തെ ഒരു ട്രാപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ട്രാപ്പ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പുല്ല് പോലെ ഉണ്ടാവും, പക്ഷെ ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ താഴത്തേക്ക് വീഴും. അപ്പോൾ താഴെ അവരിങ്ങനെ മുള്ളിൻ്റെ മുകളിൽ എന്തെങ്കിലും വിഷമൊക്കെ ആക്കി വെച്ചിട്ടുണ്ടാവും അത്രേ. അപ്പോൾ നമ്മൾ ആൾക്കാരെ ഇതിലേക്ക് വീഴണ സമയത്ത് മരിക്കുമല്ലോ. അപ്പം അങ്ങനെ. പിന്നെ ഇത് വേറെ അവിടെയുള്ള ടണലാണ്. അപ്പോൾ ഇങ്ങനെ കുറേ ടണൽ ഇങ്ങനെ മണ്ണിൻ്റെ ഇടയിൽ ചതുപ്പിൻ്റെ ഇടയിൽ ഉണ്ടാവും. അതിൻ്റെ മുകളിൽ ചപ്പുള്ളപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. അവർ പറയുക ഈ ടണലൊക്കെ ഇപ്പം ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് അവർ വലുതാക്കിയതാണ്, ആദ്യം ഇത്രയും വലുപ്പമുണ്ടായിരുന്നില്ല എന്ന്. ഇതിൽ തന്നെ കഷ്ടപ്പെട്ടിട്ടായിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. അതായത് കുറച്ച് സ്ലിം ആയവർക്കൊക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ അവർ പറഞ്ഞു. പിന്നെ അതിന് താഴെ ഓക്സിജനും ലൈറ്റും ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറേ അടിക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങി നമുക്ക് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് മാത്രം. പിന്നെ എല്ലാവർക്കും ഇറങ്ങാൻ പറ്റുന്ന വേറെ കുറച്ച് ടണൽസിൽ ഞങ്ങൾ പോയി. അവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ടണലും അവരുടെ കണക്കിൽ ഏറ്റവും സുഖമാണ് പോവാന്ന് പറഞ്ഞ ടണലും ആണ് കേട്ടോ ഇത്. ഇതന്നെ ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇങ്ങനെയാണ് പോയിരുന്നത്. ഇരുന്ന് നിരങ്ങിയിട്ട് അവിടെ തിരിച്ചു കയറിയപ്പോഴേക്കും ഒരു വിധായി. Okay, come on. Yeah. ശ്വാസം മുട്ടി ഇവിടെ കിടക്കുന്നത് വലിച്ച് Let's go, please. Come on. Turn around the road. കാല് നല്ല സുഖമുണ്ട്. മുന്നിലെ ആൾക്കാർ ഞാൻ എന്റെ ഡ്രസ്സൊക്കെ ചവിട്ടണ്. അമ്മയ്ക്ക് ഇതാണ് വരണം പറഞ്ഞത്. അമ്മ ഇതാരത് പേടിച്ചു. ചങ്ങായൊക്കെ ശ്വാസം മുട്ടി. അമ്മയ്ക്ക് എത്തി ഗൈസ്. അങ്ങനെ നമ്മൾ ബൂച്ചി ടണൽ കടന്നു ഗൈസ്. ഗൈസ് അങ്ങനെ ആ ടണലിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നു. വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, പക്ഷെ എന്താ കിട്ടിയെന്ന് എനിക്കറിയില്ല. നല്ല ശ്വാസം മുട്ടലുണ്ട്. അപ്പോൾ ഈ ബ്രീത്തിങ് ഇഷ്യൂ ഒക്കെ ഉള്ളവർ പോയിട്ടുണ്ടെങ്കിൽ നല്ല സീനാവും. അതിൻ്റെ ഉള്ളിൽ കുറേ ആൾക്കാർ പോയി കുറച്ച് വഴി എത്തുമ്പോൾ തന്നെ പറ്റാനായിട്ട് തിരിച്ചു പോകുന്നുണ്ട്. ഞാനും ചേച്ചി അളിയനും മാത്രമേ ഉള്ളൂ. അമ്മയും മുത്തച്ഛനൊന്നും വന്നില്ല. അവർക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ എങ്ങാനും ഇടയിലെത്തിയിട്ട് കുറച്ച് ദൂരമല്ല ഉള്ളൂ. അവർ പറഞ്ഞു ഭയങ്കര കുറച്ചല്ലോ, പക്ഷെ അത്യാവശ്യം ഉണ്ട്. നമുക്ക് തന്നെ വേണ്ടേ. ഈ ചെങ്ങായൊക്കെ വേർത്ത് കുളിച്ചു. ദിസ് ഈസ് ദ സ്മോളസ്റ്റ് ടണൽ റൈറ്റ്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ കുറച്ചുകൂടി വലുതാണ്.
കുഴപ്പമില്ല. അയ്യോ മുട്ട് പാവാട മൊത്തം ചളിയായി. ഞാൻ ഇരുന്ന് നിരങ്ങണ മൊത്തം പാവാടയിൽ കൂടി ഇരുന്നു. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആണ് ഇത്. ഈ ഇത്രയും ഇറക്കം അല്ല ഹൈറ്റ് ഇല്ലാത്ത ഈ സാധനത്തിനുള്ളിലാണ് അവർ മൊത്തം താമസിച്ചിരുന്നത്. അത്ര അവർ കിച്ചണും എല്ലാം ഈ ഹൈറ്റിലാണ്, കിച്ചണും ബെഡ്റൂമും എല്ലാം. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ ട്രഡീഷണൽ ഫുഡാണ് പറഞ്ഞിട്ട് നമുക്ക് ഈ സാധനമൊക്കെ തന്നു കേട്ടോ. കപ്പയും പിന്നെ എന്തോ മുക്കി കഴിക്കാനുള്ളൊരു സാധനം, പീനട്ടും ഉപ്പൊക്കെ കൂടിയിട്ട് പൊടിച്ചിട്ട് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് മണ്ണാണോ വിചാരിച്ചു. പിന്നെ അവരുടെ ട്രഡീഷണൽ ചായയും ഒന്നും 5 പൈസക്ക് ഇല്ല. പക്ഷെ നമ്മൾ ടണലൊക്കെ ഇരുന്ന് ഇറങ്ങിയ ക്ഷീണമുള്ളതുകൊണ്ട് വെറുതെ 2-3 കഷ്ണമൊക്കെ തിന്നു. ഇവരുടെ ട്രഡീഷണൽ എന്തോ ചായയാണ് ഇത്ര, ഒരു 5 പൈസക്കില്ല. ഒരു ചായപ്പൊടിയുടെ കൂടെ വേറെ എന്തോ ഒരു ഇലക്ട്രിക് കുക്ക് ചെയ്തിട്ട് ഉണ്ടാക്കണം. മധുരം ഇല്ല, ഒരു തരം കയ്പ്. പക്ഷെ ചാച്ചു 3 ഗ്ലാസ് കുടിച്ചു. ചാച്ചു കുടിച്ചു. You like it? Yeah, it's nice. Hi. അത് കപ്പ, അത് പിന്നെയും കുഴപ്പമില്ല, ഉപ്പൊന്നും ഇല്ലെങ്കിലും. പിന്നെ അവര് കൂട്ടി കഴിക്കാൻ പീനട്ടും ഷുഗറും സോൾട്ടൊക്കെ ഇട്ടിട്ട് എന്തോ സാധനം തിന്നിട്ടുണ്ടോ? ആര് കേട്ടില്ല. അയ്യോ ഇവിടെ അങ്ങനെ കുറെ ടേബിൾസിൽ ഇവര് തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് ഈ സംഭവം. കുറച്ച് നടന്ന് ക്ഷീണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നിട്ട് ഇത് കഴിച്ചിട്ട് ഫുഡ് ഇതല്ല, ലഞ്ച് വേറെ. ഇത് ജസ്റ്റ് അവരുടെ ഒരു സ്നാക്ക് പോലെ അവർ തന്നത്. അവരെ കിച്ചൺ വേറെ സ്ഥലത്താവും. പക്ഷെ അവിടുന്ന് മുകളിൽ കൂടെ പുക വന്നു കഴിഞ്ഞാൽ അമേരിക്കൻസിന് മനസ്സിലാവില്ലേ. അതുകൊണ്ട് അവരിങ്ങനെ അടിയിൽ കൂടെ ഒരു ടണൽ സിസ്റ്റം ഉണ്ടാക്കിയിട്ട് വേറെ എവിടെയെങ്കിലും ഇങ്ങനെ സ്മോക്ക് കുക്ക് ചെയ്യുമ്പോൾ വരുത്തത്രേ. അപ്പോൾ അതാവുമ്പോൾ അവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞത്. പിന്നെ അവർ കുക്ക് ചെയ്യുക ഏർലി മോർണിംഗ് ആണെന്ന്. അപ്പം മഞ്ഞിൻ്റെ കൂട്ടത്തിൽ പുക വരുമ്പോൾ മനസ്സിലാവില്ലല്ലോ. ചളിയാണ് കൈസ്, മഴ പെയ്തുകൊണ്ടാണ് മൊത്തം. ഞങ്ങളാണ് ഈ സ്കേർട്ടൊക്കെ ഇട്ട് വന്നത്. അത് കഴിഞ്ഞിട്ട് ആനയെ തിന്നാനുള്ള വിശപ്പുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. കണ്ടപ്പോൾ നല്ല അടിപൊളി ഭംഗിയുണ്ട്, നല്ല രസം ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ തിന്നാൻ തുടങ്ങിയപ്പോൾ 5 പൈസക്കില്ല. ആകെ ഡ്രാഗൺ ചിക്കനും പിന്നെ വാട്ടർമെലണാണ് കഴിച്ചിരുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്പോട്ട് മെക്കോങ് ഡെൽറ്റ ആയിരുന്നു. അപ്പോൾ അവർ ഈ ബോട്ടിൽ നമ്മളെ കൊണ്ടായിരുന്നു. നല്ല കരിക്കൊക്കെ തന്നു കേട്ടോ. അതായിരുന്നു പിന്നെ ഒരു ആശ്വാസം. പിന്നെ അത് പോണ വഴിക്ക് നമ്മളൊരു ഹണി ബീയുടെ എന്തോ ഒരു ഫാമോ അങ്ങനെ എന്തോ ഒരു സംഭവ സ്ഥലത്ത് കയറി. അപ്പം അവർ നല്ല ഫ്രഷ് ഹണി കൊണ്ട് ഈ ചായയും എന്തോ ഒരു ഡ്രിങ്ക് അതും ഉണ്ടാക്കി തന്നു. പിന്നെ ഒരു പഴം വെച്ചിട്ടുള്ളൊരു സ്നാക്കും, അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർ ഹണി ബീയുടെ ഈ സാധനം നമുക്ക് പിടിക്കാൻ വേണമെങ്കിൽ തരും, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ പാറില്ല എന്നൊക്കെ ഉറപ്പ് പറഞ്ഞപ്പോൾ നമ്മൾ പിടിച്ചു. ഈ സായിപ്പിനാണെങ്കിൽ ഒടുക്കത്തെ അത്ഭുതം. ഇയാൾ എന്നിട്ട് ഇയാളുടെ മക്കളെയും ഭാര്യേനൊക്കെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചെടുക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുത്തെ ആൾ എന്നോടൊന്ന് ചോദിച്ചു, ഒരു സ്പെഷ്യൽ സാധനം ഉണ്ട്, ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഒപ്പം പോരേന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു തേനീച്ചകളിൽ തന്നെ ചിലപ്പോൾ വല്ല കൂടി തന്നെ ആവുന്നു. എന്നിട്ട് ചെന്ന് നോക്കിയപ്പോൾ ദേ മച്ചാൻ. പിന്നെ ഒന്നും നോക്കിയില്ല, വെറുതെ ഒന്നും ചെയ്യില്ലല്ലോ. ആ ധൈര്യത്തിൽ ഞാൻ കഴുത്തിലിട്ടിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ എല്ലാവരും ഫോട്ടോ എടുത്തു കിട്ടാം. അതൊന്നും ചെയ്യില്ല എന്ന് നമ്മളാൾ പിന്നെയും നിന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ നാവ് ഇങ്ങനെ നമ്മളടുത്തേക്ക് ഇങ്ങനെ കണ്ടിരുമ്പോൾ ചെറുതായിട്ടൊരു പേടി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് നമ്മൾ അടുത്ത സ്ഥലത്ത് പോയത് അവരൊരു ട്രഡീഷണൽ മ്യൂസിക് കേൾക്കാൻ വേണ്ടിയിട്ടാട്ടോ. അവരൊരു ഷോ പോലെ. അപ്പോൾ അവർ അവിടെ തന്നെ ഉണ്ടാവണ കുറേ ഫ്രഷ് ഫ്രൂട്ട്സൊക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടി തന്നു. എന്നിട്ട് അവരുടെ സോങ് ഒക്കെ കേട്ടിട്ട് നമ്മൾ അടുത്ത സ്ഥലത്ത് പോയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ 3 പേര് വെച്ചിട്ട് ഈ ബോട്ടിൽ കുറേ ദൂരം ഇങ്ങനെ പോയിട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ചില സ്ഥലത്തെത്തുമ്പോൾ നല്ല ഇരുട്ട് പിടിച്ചിട്ടാവും. ഇത് ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യം ഒരു വലിയ ബോട്ടിൽ വന്നിട്ട് ഒരു സ്ഥലത്തെത്തി. അവരെ സ്പെഷ്യൽ ഹണി ടീയും കോക്കനട്ട് ക്യാൻഡിയൊക്കെ കഴിച്ചു. ഇപ്പോൾ ആ കോക്കനട്ട് ക്യാൻഡി ഉണ്ടാക്കണത് ഈ ഇതെന്നായിരിക്കും. അതിൻ്റെ ഒരു ഫാമല്ല, അതിൻ്റെ മരങ്ങളുള്ള സ്ഥലത്ത് കൂടെ നമ്മുടെ തെങ്ങിൻ്റെ തന്നെ വേറൊരു പോലത്തെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ വഞ്ചിയിൽ പൊക്കൊണ്ടിരിക്കുക. പക്ഷെ മഴയാണ് ഇവിടെ. പിന്നെ എപ്പോഴും ഈ വെള്ളം ഞാൻ ചളിവെള്ളം ആവുത്ര. പക്ഷെ ഇപ്പോൾ മഴ ഉണ്ട്. ഈ സാധനം വെച്ചുകൊണ്ട് വല്ലാണ്ട് അറിയില്ല. പക്ഷെ ഞങ്ങൾ അവിടെയൊക്കെ നിന്നപ്പോൾ ഒക്കെ അത്യാവശ്യം നന്നായിട്ട് നനഞ്ഞു. പിന്നെ അവരുടെ ട്രഡീഷണൽ ഒരു മ്യൂസിക് എന്തോ സംഭവം കേട്ടു. അപ്പോൾ അവരുടെ ഇവിടെ ഉണ്ടാക്കിയ ഫ്രൂട്ട്സൊക്കെ, ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, അതിൻ്റെ ഫാമൊക്കെ. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടും പേരയ്ക്കയും
തണ്ണിമത്തനും പൈനാപ്പിളും അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സും ഇവരുടെ ട്രഡീഷണൽ ടീ ഒക്കെ വേറൊരു സ്ഥലത്തും തന്നു. 2 ടീ, 2 ടൈപ്പ് ഓഫ് ടീ കിട്ടി ഇവിടുന്ന്. ഈ തൊഴണ ആൾക്കാരുടെ വീടൊക്കെ ഇതിൻ്റെ സൈഡിൽ കൂടെ തന്നെ. അവർ പോകുമ്പോൾ അവർ വീടൊക്കെ കാണിച്ചു തന്നു. വെള്ളം കയറിയാലൊക്കെ വേഗം പോവില്ലല്ലേ, അതൊക്കെ ചെറിയ വീടുകളും. ഇനി നമുക്ക് ഒന്നുമില്ല, ഇനി നമ്മളിത് കഴിഞ്ഞാൽ തിരിച്ചു പോകും. പിന്നെ വിയറ്റ്നാമിലെ ഒരു ഫേമസ് സംഭവമാണ് ഇത്. ഇങ്ങനെ കുറേ ടൈപ്പ് പാമ്പിനെ ഇവരിങ്ങനെ വർഷങ്ങളോളം ആൽക്കഹോളിലോ എന്തോ ഇട്ടിക്കും. എന്നിട്ട് നമുക്കത് അവിടുന്ന് ട്രൈ ചെയ്യാൻ ഫ്രീ ആയിട്ട് തരും. പക്ഷെ ആരും ട്രൈ ഒന്നും ചെയ്തില്ല. നമ്മളെ കൂട്ടത്തിലൊന്നും ഒരു സായിപ്പ് ട്രൈ ചെയ്തു കേട്ടോ. എന്നിട്ട് അയാളുടെ ആകെ കിളി പോയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് നമ്മൾ റൂം പോയി. അപ്പോഴേക്കും അവിടെയൊക്കെ ഫുൾ ഓണായിരുന്നു. പക്ഷെ നമുക്ക് പിറ്റേ ദിവസം രാവിലെ ഹനോയ്ക്കുള്ള ഫ്ലൈറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം നടന്നിട്ട് വേഗം പോയി.